നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. രോഹിണി നാളുകാർക്ക് ചിങ്ങമാസം പൊതുവെ അനുകൂല ഫലങ്ങൾ നൽകുന്ന ഒരു മാസമാണ്. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുക, ബന്ധുജനങ്ങൾ വഴി ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക, തൊഴിൽപരമായിട്ടുള്ള മേന്മകൾ കൈവരിക്കുക, വിദേശ ജോലി, വിദേശ പഠനം ഇവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉന്നതരിൽ നിന്ന് ലഭിക്കുക, ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബാങ്ക് ലോൺ, മറ്റുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇവ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രകാരമുള്ള തടസ്സങ്ങൾ മാറി ഗൃഹനിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുന്നതിനും സാധിക്കുന്ന കാലമാണ്. കൂടാതെ പഠനത്തിൽ അലസത അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് അത് തരണം ചെയ്യാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിന് സാധിക്കും. രോഹിണി നാളിൽപ്പെട്ട കുറേ ആളുകൾ, ചിലർ എങ്കിലും ഈ മാസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഇവർക്ക് ആവശ്യമില്ലാത്ത ചില ആരോപണങ്ങൾ നേരിടേണ്ടി വരിക, സഹപ്രവർത്തകരിൽ നിന്ന് എതിർപ്പുണ്ടാവുക, ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനത്തിൽ താമസം നേരിടുക, തടസ്സം സൃഷ്ടിക്കപ്പെടുക, അപ്രകാരമുള്ള ഫലങ്ങളുമൊക്കെ ഉണ്ടാവാം. അതിനാൽ ഇക്കൂട്ടർ അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപെടാതെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. രോഹിണി നാളുകാർക്ക് ഈ മാസത്തെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന് ഹനുമത് ഭജനം വളരെയധികം ഗുണം ചെയ്യും. സ്വഭവനത്തിലോ അടുത്ത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയോ, ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയോ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ്.